താഴെ പറയുന്നവയിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി കുന്തിപ്പുഴയാണ്. അപ്പോൾ സൈലന്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. അപ്പോൾ ഈ ഒരു മേഖലയെ ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായ നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ മനുഷ്യസ്പർശമേക്കാതെ 25 കിലോമീറ്റർ ഒഴുകുന്നു. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കുന്തിപ്പുഴയുടെയും സൈലന്റ് വാലിയുടെയും നാശത്തിന് കാരണമാകുമെന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 നവംബർ 15. 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായ നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ മനുഷ്യസ്പർശമേക്കാതെ 25 കിലോമീറ്റർ ഒഴുകുന്നുണ്ട്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കുന്തിപ്പുഴയുടെയും സൈലന്റ് വാലിയുടെയും നാശത്തിന് കാരണമാകുമെന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 നവംബർ 15. 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത്. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയുടെ പ്രധാന ആകർഷണം സിംഹവാലൻ കുരങ്ങുകളാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണാൻ കാരണം വെടിപ്ലാവിൻ്റെ സാന്നിധ്യമാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ചീവീടുകളില്ലാത്ത ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ്. അപ്പോൾ സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. മഹാഭാരതത്തിലെ സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയുടെ പ്രധാന ആകർഷണം സിംഹവാലൻ കുരങ്ങുകളാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണാൻ കാരണം വെടിപ്ലാവിൻ്റെ സാന്നിധ്യമാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ചീവീടുകളില്ലാത്ത ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഈ സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2009. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. കേരളത്തിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. ഇപ്പോൾ സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2009. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. പ്രാചീന കാലത്തെ ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. അതിന് 244 കിലോമീറ്റർ നീളമുണ്ട്. കേരളത്തിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. ദേശീയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക നദി പമ്പയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായ മരാമൺ കൺവെൻഷൻ ഫെബ്രുവരി മാസത്തിൽ പമ്പയുടെ തീരത്ത് കോഴഞ്ചേരിയിൽ വെച്ച് നടക്കുന്നു. ഒഡീഷയുടെ ദുഃഖമാണ് മഹാനദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. അത് മഹാനദിക്ക് കുറുകെയാണ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. മഹാനദീൻ്റെ പോഷക നദിയാണ് ഛത്തീസ്ഗഡിലാണുള്ളത് ഷിയോനാഥ് എന്ന് പറയുന്ന നദി. അപ്പോൾ ദേശീയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക നദിയാണ് പമ്പ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായ മരാമൺ കൺവെൻഷൻ ഫെബ്രുവരി മാസത്തിൽ പമ്പയുടെ തീരത്ത് കോഴഞ്ചേരിയിൽ വെച്ച് നടക്കുന്നു. ഒഡീഷയുടെ ദുഃഖമാണ് മഹാനദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ഈ ഹിരാക്കുഡ് മഹാനദിക്ക് കുറുകെയാണ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. അതുപോലെ മഹാനദീൻ്റെ പോഷക നദിയാണിത്. ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്.